മാധ്യമങ്ങളുടെ ആഘോഷങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പരിസ്ഥിതി പ്രശ്നം. ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഡോക്യുമെൻ്ററി കണ്ടു കഴിയുമ്പോൾ ലോകമാസകലം നമ്മളുടെ അമ്മയായ സർവം സഹയായ ഈ ഭൂമിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ച്യുതിയെപ്പറ്റി, ദാരുണമായ അവസ്ഥയെക്കുറിച്ച്, നമ്മൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യഥകളെക്കുറിച്ച്, നാം അറിയാതെ നമ്മൾ കൂപ്പുകുത്തുന്ന വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ വലിയൊരു അവബോധമാണ് ശരിക്കും ഈ ഡോക്യുമെൻ്ററി മനുഷ്യ മനസ്സുകളിലേക്ക് സന്നിവേശിക്കുന്നത്. പ്രൊഫസർ കെ.പി. മാത്യു രചനയും കെ.സി. തുളസിദാസ് സംവിധാനം നിർവഹിച്ച് കുര്യൻ ഫൗണ്ടേഷന് വേണ്ടി തമ്പി കുര്യൻ ബോസ്റ്റോൺ നിർമ്മിച്ച ദ ഗ്രീൻ അലേർട്ട് എന്ന സിനിമയുടെ സൗജന്യ പ്രദർശനം 29-ന് ബുധനാഴ്ച രാവിലെ 9-ന് തമ്പാനൂർ ശ്രീ തിയേറ്ററിൽ നടത്തും. തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ മാനവരാശിയുടെ ഭീഷണിയാണ്. A1 സാങ്കേതിക വിദ്യ ഈ സിനിമയിൽ ഏറെ കാണാവുന്നതാണ്. ചിത്രത്തിൽ ഇംഗ്ലീഷ് പതിപ്പ് ന്യൂഡൽഹി, ലണ്ടൻ, ഡാളസ് എന്നീ നഗരങ്ങളിലും തുടർന്ന് ലോക നഗരങ്ങളിലും പ്രദർശിക്കപ്പെടും. സ്ക്രിപ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ എക്സിക്യൂഷൻ കെ.പി. മാത്യു, ഡയറക്ടർ കെ.സി. തുളസിദാസ് തുടങ്ങിയവർ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശരിക്കും ഇത് എൻ്റെയും നിങ്ങളുടെയും നാളെയെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇങ്ങനെയാകും, അല്ലെങ്കിൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മൾ ഈ ഒരു നിലയിലേക്ക് മാറില്ലേ എന്ന് പറയുന്ന ഒരു ആശങ്ക നമ്മുടെ മനസ്സിലേക്ക് ജനിപ്പിക്കുവാൻ ഈ ഡോക്യുമെൻ്ററി സമാപിക്കുമ്പോൾ അറിയാതെ മനസ്സിൽ ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചു കുട്ടികളെയാണ്. നമ്മൾ സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലുമൊക്കെ ഇതിൻ്റെ ഈ വിഷ്വൽസിലൂടെ ഉണ്ടാകുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ ഈ വിഷ്വൽസിലൂടെ അവർക്ക് പകർന്നു കിട്ടാവുന്ന ഒരു വലിയ പവർഫുള്ളായിട്ടുള്ളൊരു മെസ്സേജുണ്ട്. ഇത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ വളരെ ആർജവത്തോടു കൂടി തന്നെയാണ് ഈ സംവിധായകൻ ഇതിനകത്ത് നിർവഹിച്ചിരിക്കുന്നത്. മരങ്ങളും മണ്ണും പ്രകൃതിയുമെല്ലാം ദൈവസൃഷ്ടികളാണ്. അതിനകത്ത് ഏത് രീതിയിലാണ് നൽകേണ്ടത് എന്നുള്ളത് വ്യക്തതയോടുകൂടി കൈൻ്റെ ആ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു നശീകരണം തുടങ്ങുകയാണ്. സ്വന്തം സഹോദരനെ തന്നെ ഇല്ലാതാക്കുന്നതോടുകൂടി ബന്ധങ്ങളില്ലാതാവുകയാണ്. നിന്റെ സഹോദരൻ എവിടെ? അവിടെ സഹോദരനോട് പറയുകയാണ്, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഈ ലോകത്തെ കാക്കുവാൻ വേണ്ടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് എല്ലാ രീതിയിലും എല്ലാ മതങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്ററി പൂർണ്ണമാകും. ലോകപ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതൃത്വവും ഇവിടെ നമ്മളോട് സംവദിക്കാൻ എത്തുന്നുണ്ട്. The loss of our plants while replaces its biodiversity. Failing to act earlier has been our greatest mistake. I think it is important for young people to know that there is so much power in their voice. Present and future generations, the eyes of all future generations are upon you, and if you choose to fail us, I say we will never forgive you. അതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ മനസ്സുകളിലേക്ക്, നമ്മുടെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ രാഷ്ട്രീയ നേതൃത്വമാണ് പലപ്പോഴും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും സുചിന്തിതമായി നാളെയെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടുകളോടുകൂടി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഡോക്യു ഡ്രാമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിലെ ഡോക്യുമെൻ്ററി അംശത്തെക്കുറിച്ചാണ്. ഡോക്യുമെൻ്ററി അംശത്തിൻ്റെ സാധ്യതകൾ മുഴുവൻ നിലനിൽക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഗവേഷണത്തിലാണ്. അതേക്കുറിച്ചുള്ള നല്ല ഒരു അന്വേഷണം, ഗഹനമായ ഒരു അന്വേഷണം, അതിനെക്കുറിച്ചുള്ള ഒരു പഠനം വ്യക്തമായി നടത്തിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് നാം ഓരോരുത്തരും കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ചരടിൽ തന്നെയാണ് ഇത് കോർത്തിരിക്കുന്നത്. അതേസമയം തന്നെ ടെക്നോളജിയെ യൂസ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷണൽ പർപ്പസിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമ സാർത്ഥീകരിക്കുന്നു. ഗ്രീൻ അലർട്ട് ഒരു ഡോക്യു ഡ്രാമ എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ്. അതിനുമപ്പുറം ഇത് പിക്സിലേഷൻ എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിച്ചാണ് ഈ ചിത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നത് വളരെ വ്യത്യസ്തമാണ്. പിക്സിലേഷൻ എന്നാൽ ലൈവ് ആക്ഷനും
ആനിമേഷനോട് കൂടി ചേർന്നതാണ്. ഇവിടെ ലൈവ് ആക്ഷനുണ്ട്, ആനിമേഷന് പകരം ആനിമേഷന് AI സങ്കേതം ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഇവിടെ തിയേറ്ററും സിനിമയും തമ്മിൽ ബന്ധിപ്പിക്കുവാനുള്ള ശ്രമമുണ്ട്. നമുക്കറിയാം തിയേറ്ററും സിനിമ എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത മീഡിയങ്ങളാണ്. പക്ഷേ ഇവയുടെ സമന്വയത്തിലൂടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബോധവൽക്കരണ പ്രക്രിയ കുറെ കൂടെ സമഗ്രമാകുന്നുവെങ്കിൽ തീർച്ചയായും നമുക്കത് പരീക്ഷിക്കാവുന്നതാണ്. വർത്തമാനകാല ജീവിതത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോടതി മുറിയിൽ നടക്കുന്ന സംവാദം. അതുതന്നെ ഈ ഡോക്യുമെന്ററിയെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു. സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി നിലപാടെടുക്കാൻ കഴിയുന്ന ഭരണാധികാരികളുടെ കയ്യിലാണ് ഭൂമിയുടെ ഭാഗം.